ലൈവിൽ ഇപ്പോൾ ടണൽ റൂമിൽ വെച്ചിട്ട് ഒരു കൂട്ടത്തല്ല് നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചറ വഴക്ക്. ഫസ്റ്റ് റൗണ്ടിലെ വമ്പൻ പരാജയത്തിന്റെ ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന പെവർ നന്ദന, പെവർ സായി, പെവർ ശ്രീരേഖ, പെവർ ശരണ്യ, ഇവരൊക്കെ കൂടി എന്തിനാണ് ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജാസ്മിൻ ചെന്ന് അവരുമായിട്ട് പ്ലാൻ ഇട്ടതിന് ജിൻഡോ എന്ത് പഴിച്ചു? ജാസ്മിൻ അങ്ങനെ ഒരു പ്ലാൻ വെച്ച കാര്യം പുള്ളിക്കാരി ജിൻഡോയോട് പറഞ്ഞിട്ടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പുറത്താണ് ഈ ഒരു കംപ്ലീറ്റ് അടി നടക്കുന്നത്. ജിൻഡോയ്ക്ക് ഇന്നലെ ആയി കഴിഞ്ഞാലും ഇന്നായി കഴിഞ്ഞാലും നെക്സ്റ്റ് ടീമിനെ തോൽപ്പിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ജിൻഡോ നെക്സ്റ്റ് ടീമിനെതിരെ ബോംബ് എറിയുന്നതും ഞാൻ ലൈവിൽ കണ്ടൊരു കാഴ്ചയാണ്. അതുകൊണ്ട് പവർ ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അടിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. തോറ്റ് തൊപ്പിയിട്ടതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇത്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ജിൻഡോയോട് തീർക്കുന്നത് ഞാൻ കാണുന്നത്. ഏതായാലും കൊള്ളാം. അതുകൊണ്ട് ഈ ഒരു വഴക്ക് എനിക്ക് വലിയ അർത്ഥവത്തായ ഒരു വഴക്കായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നെക്സ്റ്റ് റൗണ്ടില് നെസ്റ്റിനെ വളഞ്ഞിട്ട് അടിക്കാമെന്ന് റസ്മിൻ ജിൻഡോയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. യുദ്ധത്തിലും പ്രണയത്തിലും നീതിയും ന്യായമൊന്നും ഇല്ല. അതുകൊണ്ട് റസ്മിൻ ആ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഗിബ്രോട് ഒരു സോഫ്റ്റ് കോൺട്രോ ഉണ്ടാവും. അതുകൊണ്ട് നെസ്റ്റിനെ ഒന്നും വളഞ്ഞിട്ട് അടിക്കാനൊന്നും പോകുന്നില്ല റസ്മിൻ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ടാസ്ക് തുടങ്ങി കണ്ടിട്ട് ബാക്കി പറയുന്നതാണ് നല്ലത്. പിന്നെ ജിൻഡോ ഇങ്ങനെ ഒരു പ്ലാൻ വെച്ചാൽ പോലും ജിൻഡോയുടെ ടീമിൽ തന്നെയുള്ള ശ്രീതുവും ജാസ്മിനും അതിന് കൂട്ട് നിൽക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ കയ്യിൽ ബോംബൊന്നും ഇല്ല. അതുകൊണ്ട് കൂടുതൽ ഡിഫൻസ് ആയിരിക്കും നമ്മുടെ ഡെൻ ടീം ചെയ്യാൻ പോകുന്നത്. അപ്പം ടണലായിരിക്കും കൂടുതൽ എറിയാൻ പോകുന്നത് നമ്മുടെ നെസ്റ്റിനെതിരെ. കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.